മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിന് അനുയോജ്യവുമായ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാഞ്ഞുലൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി, അതായത് കാക്കനാട് ഇടപ്പള്ളി എന്ന ലൊക്കേഷൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പുക്കാട്ടുപടി എന്ന ലൊക്കേഷനാണ്. അവിടെയുള്ള ഒരു റെഡി ടു ഓക്യുപ്പൈ വില്ലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ 3.5 സെൻറ്റ് പ്ലോട്ടിൽ 3 BHK ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കയറി വരാം നമുക്ക് വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക്. ഞാനിപ്പോൾ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. മനോഹരമായ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ, കലപ്പാക്കലിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസിലുള്ള ഒരു മുറ്റം ഏരിയ ഇവിടെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഗാർഡനിങ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മുറ്റമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതിന് ഒരു കിണറാണ്. സോ നല്ലൊരു വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പോകേണ്ടത് കാർ പോർച്ച് ഏരിയ പോർഷനിലേക്കാണ്. നിങ്ങൾക്കിവിടെ വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിലും നൽകിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, കാർ പാർക്കിംഗ് ഏരിയ. കൂടെ തൊട്ടടുത്ത് സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് വരുന്നു. നല്ലൊരു ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് കിട്ടുന്നു. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ പോർഷനിലേക്കാണ് പോകേണ്ടത്. അതിമനോഹരമായ ഒരു ലിവിങ് ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ലിവിങ് ഏരിയ സ്പേസ് ആണ്. അതിന് മുന്നേ ഇവിടെ നമുക്ക് വുഡ്, അതായത് വാതിലിൻ്റെയും അതുപോലെ ജനലിൻ്റെ വുഡ്, വാതിലിനെല്ലാം തേക്കിൻ്റെ വുഡാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ജനലിനെല്ലാം മഹാഗണി, ആഞ്ഞലി എന്നീ വുഡ് കൊണ്ടാണ് ഫ്രെയിം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായി നല്ലൊരു മനോഹരമായ ഒരു വാൾപേപ്പർ ഡിസൈൻ കാര്യങ്ങളെല്ലാം അവിടെ കാണാം. കൂടാതെ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ, ഇവിടെ ഈ ഒരു ഏരിയയിൽ TV യൂണിറ്റ് ഏരിയയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള, നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തത് നമുക്കിവിടെ പോകേണ്ടത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. സെയിം ഏകദേശം ആ ഒരു വലിപ്പത്തിൽ തന്നെയുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസാണ്. ഓപ്പൺ സ്പേസ് കിച്ചണോട് ചേർന്നുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടുത്തതായി നമ്മുടെ കിച്ചണാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. മോഡുലാർ ഡിസൈനിലുള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റോറേജുകളും, ചിമ്മിനി എന്നിവ ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. കൂടാതെ നമുക്കിവിടെ സീലിംഗ് വർക്കും, അതുപോലെ ഈ സൈഡിലാണെങ്കിൽ നമുക്കൊരു വാഡ്രോബും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. മൾട്ടിവുഡിലാണ് വാഡ്രോബുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഡ്രോബ് തന്നെയാണ്, നല്ല വലിപ്പത്തിലുള്ള വാഡ്രോബ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്നുള്ള ഒരു വാഷ് ഏരിയ, ആ ഒരു യൂണിറ്റ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഒട്ടും സ്ഥലം കളയാതെ തന്നെ ആ സ്റ്റെയറിന് താഴെ തന്നെയായിട്ട് നല്ലൊരു ഒതുങ്ങിയ ഒരു വാഷ് ഏരിയ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അടിയിലെല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ, അതുപോലെ യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി എന്നിവയുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റീൽ, ഇതിൻ്റെ ഹാൻഡ് റെയിലുകളെല്ലാം നൽകിയിട്ടുള്ളത് സ്റ്റീൽ വുഡ് ആൻഡ് കോമ്പിനേഷനിലാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു വരാം. നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിവിടെ നല്ലപോലെ ഒരു പരഗോള സ്പേസ് എല്ലാം ഈ ഒരു സൈഡിൽ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ലൊരു മനോഹരമായ സീലിംഗ് വർക്കും എല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ ഫെസിലിറ്റീസും അതേ ഒരു വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലാണ് കടന്നു വന്നിട്ടുള്ളത്. വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം, സീലിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയയാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ ബാൽക്കണി ഏരിയ സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ് കിട്ടുന്നത്. നല്ലൊരു മിനിമൽ ഡിസൈനുള്ള ഒരു സീലിംഗ് വർക്കും, കൂടാതെ ഇവിടെയെല്ലാം ഒരു ഗ്ലാസ്, അതുപോലെ തന്നെ സ്റ്റീൽ കോമ്പിനേഷനിലുള്ള ഹാൻഡ് റെയിലുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. നമുക്കിവിടെ പരഗോള സ്പേസിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതിമനോഹരമായ ഒരു ബാൽക്കണി ഏരിയയും നമുക്ക് കിട്ടുന്നു. അടുത്ത നമുക്ക് അവസാനമായി നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ യൂട്ടിലിറ്റി ഏരിയ. കാരണം നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ നമുക്ക് അടുത്തായി യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാട്ടർ ഫെസിലിറ്റിയും കൂടാതെ നല്ലൊരു കവേർഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു വേറെ സെപ്പറേറ്റ് ഷീറ്റൊന്നും ചെയ്യാത്ത നല്ലൊരു കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHKയിൽ 3 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വില്ല ലൊക്കേഷൻ വരുന്നത് പുക്കാട്ടുപടി എന്ന ലൊക്കേഷനിലാണ്. കാക്കനാട് ഇടപ്പള്ളി എന്ന ലൊക്കേഷനിലേക്ക് വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനോട് വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് പുക്കാട്ടുപടി
ഏരിയ. നല്ലൊരു വലിയ വഴിയും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഇൻറ്റേർണൽ റോഡ് നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില്ലയാണ്. ഈ വില്ലയ്ക്ക് ഇവർ ചോദിക്കുന്ന വില 61 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുവാനും അതുപോലെ ഹോം ലോൺ ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള ഒത്തിരി പ്രോപ്പർട്ടീസ് ഈ ഒരു ഏരിയയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ തന്നെ ഒത്തിരി പല റേഞ്ചിലുള്ള, അതായത് ഏകദേശം ഒരു 55 ലക്ഷം രൂപ മുതലുള്ള വീടുകൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുവാൻ ഞാൻ ഹോം സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.